നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലത്തെ മത്സരത്തിനിടക്ക് കളിയുടെ തുടക്കത്തിൽ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാമിന് പരിക്കേറ്റിരുന്നല്ലോ. ഏതായാലും റയൽ മാഡ്രിഡിന് നിരാശയാണ്. ഒഫീഷ്യലായിട്ട് ഇപ്പോൾ റയൽ മാഡ്രിഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. താരത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് അതിൽ പറയുന്നത് അദ്ദേഹത്തിനെ ടെസ്റ്റിന് വിധേയനാക്കി. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് അദ്ദേഹത്തിന് മസിൽ ഇഞ്ചുറി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ലെഗിൽ അദ്ദേഹത്തിൻ്റെ റിക്കവറി എത്ര സമയമെടുക്കുമെന്നുള്ളത് മോണിറ്റർ ചെയ്യും എന്നാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റയൽ മാഡ്രിഡ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം സ്പാനിഷ് ജേർണലിസ്റ്റുകളും മാധ്യമപ്രവർത്തകരൊക്കെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹോസെ ലൂയിസ് സാഞ്ചസ് റിപ്പോർട്ട് ചെയ്യുന്നത് ജൂഡ് ബെല്ലിംഗ്ഹാം വിൽ ബി ഔട്ട് ഫോർ 1 month എന്നാണ്. ഒരു മാസക്കാലം ജൂഡ് ബെല്ലിംഗ്ഹാം പുറത്തിരിക്കും എന്ന് പറയുമ്പോൾ ഓൾറെഡി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന റയൽ മാഡ്രിഡിന് ഒരു സുപ്രധാന താരത്തെ ഒരു മാസക്കാലത്തേക്ക് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് വലിയ തിരിച്ചടിയായിരിക്കും. അങ്ങനെയെങ്കിലും വലൻസിയക്കെതിരെയുള്ള അടുത്ത കളി, റയൽ സോസിഡാഡിനെതിരെയുള്ള കളി, ബെൻഫിക്കയ്ക്കെതിരെയുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫിലെ ആദ്യ റൗണ്ട്, ഒസാസുനയ്ക്കെതിരെയുള്ള കളി, ബെൻഫിക്കയ്ക്കെതിരെയുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ പ്ലേ ഓഫിലെ 2ാം റൗണ്ട്, ഗെറ്റാഫയ്ക്കെതിരെയുള്ള കളി, ഇങ്ങനെ സുപ്രധാനമായിട്ടുള്ള 6 മത്സരങ്ങളെങ്കിലും അദ്ദേഹത്തിന് നഷ്ടമാകും എന്നാണിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയും സാന്റിയാഗോ ബെർണാബുവിൽ ആരാധകരുടെ കൂവലുണ്ടായിരുന്ന സംഗതി, ഇന്നലെ അവർ കളി ജയിച്ചെങ്കിലും അതത്ര കൺവിൻസിംഗ് ആയിട്ടുള്ള രൂപത്തിലായിരുന്നില്ല. എന്തായാലും അതിനിടക്ക് ബെല്ലിംഗ്ഹാമിൻ്റെ ഈ പുറത്തുപോക്ക് ആൽവരോ അർബിലോക്ക് തലവേദന കൂട്ടും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.